ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഇഫ്താർ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഒരു ഇഫ്താർ. അപ്പോൾ ഇന്ന് കസിൻ്റെ വീട്ടിലാണ് നോമ്പ് തുറ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീക്കെൻഡ് ആയപ്പോഴത്തേനും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറയുന്നത് നമ്മൾ ഇഫ്താറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള വീക്കെൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഒരു ദിവസം നോമ്പ് തുറന്നത് നമ്മളിപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണേലും നമ്മൾ കസിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ നോമ്പ് തുറപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മക്കളെയൊക്കെ റെഡിയാക്കി നമ്മളും റെഡിയായി ഒന്നിറങ്ങുകയാണ്. അപ്പോൾ വളരെ നമ്മൾ ഒരുപാട് നേരത്തെ ഒന്നുമല്ല, നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ റെഡിയായി ഇറങ്ങുകയാണ്. നമ്മുടെ ഇപ്പോൾ ഇഫ്താറിൻ്റെ നോമ്പ് തുറക്കുന്ന ടൈമെന്ന് പറയുന്നത് ഒരു 6:30 ആ ഒരു ടൈമാണ്. അപ്പോൾ മക്കളെ ഒക്കെ റെഡിയാക്കി നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയപ്പോഴത്തേനും മക്കൾ 2 ഫ്രണ്ട്സുമായിട്ട് വഴക്കും കൂടി നിൽക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് കൂടിയിട്ട് വഴക്കുണ്ടാവുകയാണ്. അപ്പോൾ നമ്മളെന്താണേലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് തുറ എന്ന് പറയുന്നത് കിസൈസിലാണ്. അപ്പോൾ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ മൂത്തുമ്മയും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് ഒരുമിച്ച് നോമ്പ് തുറപ്പാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ മറ്റു കുറച്ച് കസിൻസും കൂടി അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്നൊരു ഇഫ്താർ മീറ്റാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് തുറ എന്ന് പറയുന്നത് കഴിഞ്ഞ സാറ്റർഡേയിലെ ഇഫ്താറാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേനും കുട്ടികൾ അതനുസരിച്ച് ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാട്ടും കാര്യങ്ങളൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് ഞാൻ പാട്ടും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ മക്കൾ ആ ഒരു പാട്ട് കേൾക്കുന്നതിനനുസരിച്ച് ചുവട് വെക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തുന്ന രീതിയിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളെന്താണേലും നമ്മൾ കിസൈസിലെത്തി. എത്തിയ പാടെ തന്നെ ഞാൻ കിച്ചണിലേക്ക് ഒന്ന് കയറിയതാണ്. അപ്പോൾ മൂത്തുമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുറന്ന് നോക്കിയത് അടിപൊളിയായിട്ടുള്ള വളരെ സൂപ്പർ ബീഫ് റോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ് ഷവർമ പോക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രെഡ് പോക്കറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെഡൊക്കെ കോട്ടിങ്ങൊക്കെ കൊടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഷവർമ ഫില്ലിങ് വെക്കാനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മുത്തമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടേബിളിലേക്ക് സെർവ് ചെയ്യുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞ് കാണിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് കിച്ചണിൽ കയറി ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ അലീസയാണ്. അപ്പം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കിച്ചണിൽ ഇന്നത്തെ നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഓരോന്നായിട്ട് ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ കറക്റ്റ് നോമ്പ് തുറയുടെ ടൈം ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ കാണുന്നതും അറിയുന്നതും ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടല്ലോ, അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷവർമ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇഫ്താർ സ്നാക്സിൽ പെട്ടതാണ് ബ്രെഡ് ഷവർമ പോക്കറ്റ്. പിന്നെ ഇഫ്താർ സ്നാക്കിന് വേണ്ടി കട്ട്ലൈറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഇനിയിപ്പം മിക്സ് ചെയ്യണം, ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഒണിയനും അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ അതിൻ്റെ മുകളിൽ പൊരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് നമ്മളങ്ങനെ കുറച്ചും കൂടെ ടൈമായി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. ഫ്രൂട്ട്സായിട്ട് ആപ്പിളും അതുപോലെ തന്നെ മുസമ്പിയും വാട്ടർ മെലണും പിന്നെ നമ്മൾ സ്നാക്സും ഏറ്റവും ആദ്യം നമ്മൾ 2 സെക്ഷനായിട്ട്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ജ്യൂസും ചായയും സ്നാക്സും കട്ട് ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട്ലൈറ്റൊക്കെ പൊരിച്ചു. പിന്നെ നമ്മൾ മട്ടൻ അലീസ അതും നമ്മൾ തുടക്കത്തിൽ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സെക്ഷൻ ഐറ്റംസ് എല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സായിട്ട് പൈനാപ്പിളും ഉണ്ട്, വാട്ടർ മെലൺ, ആപ്പിള്, മുസമ്പി.
പിന്നെ എന്താ പറയുക, സ്നാക്സ് ആയിട്ട് കട്ട്ലേറ്റ് ഉണ്ട്. പിന്നെ കട്ട്ലേറ്റിന് നമ്മുടെ എല്ലാവരുടെയും ടൊമാറ്റോ സോസിനേക്കാളും നമ്മുടെ എല്ലാം ഫേവറേറ്റാണ് സവോള വിനേഗറിലിട്ട് ചെയ്തത്. അതും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ സമൂസ, പിന്നെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് എല്ലാം സ്നാക്സും അതുപോലെ തന്നെ പിന്നെ ഡേറ്റ്സ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം ഡേറ്റ്സ്, അങ്ങനെ എല്ലാം ടേബിളിൽ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കസിൻസും കൂടി ഉണ്ട്, അത് എല്ലാവരും വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ പേരുണ്ട്, ഒരു 10-11 പേരുണ്ട്. അപ്പം നമ്മൾ ഇതാണല്ലോ കുറച്ചും കൂടെ ഒരു രസം എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പം നമ്മൾ ഒരു ബുഫേ നമ്മളിങ്ങനെ പ്ലേറ്റിൽ സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും ചായയും വേണ്ടവർക്കായിട്ട് ഇങ്ങനെ എല്ലാം പ്ലേറ്റിലേക്ക് നമ്മൾ പെട്ടെന്ന് സെർവ് ചെയ്തു. അപ്പോൾ ഇന്ന് ജ്യൂസായിട്ട് അടിച്ചിരിക്കുന്നത് നമ്മുടെ അവക്കാഡോ ജ്യൂസാണ്. പിന്നെ ചായ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വയറ് നിറയാനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ കഴിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക, പിന്നീട് നമ്മൾ കഴിച്ചു ഒരു 9:30-10 കൂടിയിട്ടാണ്. കാരണം ഈ സ്നാക്സും ജ്യൂസും ചായയും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ വയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ കോഴ്സിലേക്ക് റെഡിയാക്കിയിരിക്കുന്നത് നല്ല ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള മിക്സഡ് ന്യൂഡിൽസ്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ തിക്കിടി, പിന്നെ പത്തിരിയും തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ബീഫ് റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ മെയിൻ കോഴ്സിന് വേണ്ടി. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ എന്താ പറയുക ഒണിയൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 9:30-10 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കഴിച്ചതുകൊണ്ട് നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ആണുങ്ങളൊക്കെ മോസ്കിൽ പോയി പ്രയറും കാര്യങ്ങളൊക്കെ നടത്തി. നമ്മൾ ലേഡീസ് വീട്ടിൽ പ്രയറൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഫ്താറിൻ്റെ മെയിൻ കോഴ്സ് കഴിക്കാൻ പോവുകയാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഡിഷസാണ് മുത്തുമ്മ നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടും മെയിൻ കോഴ്സായിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്തിരിയും അതുപോലെ തന്നെ മിക്സഡ് ന്യൂഡിൽസും തിക്കിടിയുമാണ്. അപ്പോൾ നമ്മുടെ മണിപ്പുട്ടൊക്കെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ റെഡിയാക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ അതൊന്നും എടുപ്പിച്ചില്ല, കാര്യം ഇത് തന്നെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ വെറുതെ മണിപ്പുട്ടൊക്കെ ആവി കയറ്റി കഴിഞ്ഞാൽ വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് തിക്കിടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇഫ്താറിന് വേണ്ടി ഏറ്റവും ആദ്യം കഴിക്കാനെടുത്തത് തിക്കിടിയും അതിൻ്റെ മുകളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും, പിന്നെ സെക്ഷനായിട്ട് നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ നൂഡിൽസും എല്ലാം കഴിച്ചു. ഞാൻ കഴിക്കുന്നത് ഒരുപാട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ മധുരമായിട്ട് നമ്മളിത് ഏറ്റവും ലാസ്റ്റ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കും കൂടി കട്ട് ചെയ്തു. ഇത് കസിൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ കസിൻ കൊണ്ടുവന്ന ഒരു കേക്കും കൂടി നമ്മൾ കട്ട് ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ നോമ്പുതുറയായിരുന്നു. അപ്പോൾ മുത്തുമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള വളരെ ഡിലീഷ്യസ് ടേസ്റ്റി ഡിഷസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഇഫ്താർ ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ കേക്ക് വളരെ ചെറിയ പീസ് നമുക്ക് മതിയായിരുന്നു. അപ്പോൾ ചെറിയ പോർഷൻസ് നമ്മൾ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.